ഒരു നാടകം അവതരിപ്പിക്കുമ്പോൾ അത് അവതരിപ്പിച്ച് കഴിയുന്നത് വരെയെങ്കിലും അതിന് ആയുസ് വേണ്ടേ? ഇതിപ്പോൾ സ്വപ്ന ഈ കലാപരിപാടി അവതരിപ്പിച്ച ഉടനെ തന്നെ അത് പൊളിഞ്ഞുപോയി. 3 കാരണങ്ങളാണ് സ്വപ്നയുടെ ഈ ഉഡായിപ്പ് പരിപാടി പൊളിയുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. നാട്ടുകാർക്കൊക്കെ ബോധ്യപ്പെടുന്ന 3 കാരണങ്ങൾ. ഒന്ന്, സ്വപ്ന തൻ്റെ ഫേസ്ബുക്ക് ലൈവിൽ ഉടനീളം പറഞ്ഞുകൊണ്ടിരുന്നത് വിജയ് പിള്ള എന്നുള്ള പേരാണ്. അപ്പോൾ സ്വപ്ന ഇത് പറഞ്ഞു തീർന്ന ഉടനെ തന്നെ നമ്മുടെ ചാനലിലുള്ള ആശാന്മാർ, ഇപ്പോൾ മാതൃഭൂമിയുടെയും മനോരമയുടെയും ഒക്കെ റിപ്പോർട്ടർമാർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, സ്വപ്ന പറഞ്ഞ പേരല്ല യഥാർത്ഥ പേര്, സ്വപ്ന പറഞ്ഞത് വിജയ് പിള്ള എന്നാണ്, അവർക്ക് തെറ്റിപ്പോയതാണ്, വിജേഷ് പിള്ള എന്നാണ് യഥാർത്ഥ പേരെന്ന്. അപ്പോൾ മുൻകൂട്ടി തന്നെ ചാനലുകാരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചാനലുകാരും കൂടിയൊക്കെ ഒത്താശ ചെയ്താണ് ഈ കലാപരിപാടി ബാംഗ്ലൂരിൽ നിന്ന് സ്വപ്ന അവതരിപ്പിച്ചത് എന്ന് വ്യക്തമായി. പേരിൻ്റെ കാര്യത്തിൽ തന്നെ അവ്യക്തത. അങ്ങനെ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അയാളുടെ പേരെങ്കിലും സ്വപ്ന ശരിയായി പറയേണ്ടതായിരുന്നില്ലേ? അത് സംഭവിച്ചില്ല. അത് ഒന്നാമത്തെ ഗുരുതരമായ പിഴവ്. പിന്നെ ചാനലുകാർ ഇതിന് പിന്നിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയോടുകൂടി പ്രവർത്തിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ്. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ അയ്യോ സ്വപ്ന പറഞ്ഞത് പേരല്ല യഥാർത്ഥ പേര് വിജേഷ് പിള്ള എന്നുള്ളതാണ് എന്നത്. മറ്റൊന്ന്, ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ ഈ വിജേഷ് പിള്ള ആരാണ് എന്നുള്ള അന്വേഷണവുമായി നമ്മുടെ ചാനലുകൾ തന്നെ പോയി. അവർക്ക് ബോധ്യപ്പെട്ടത് ഈ വിജേഷ് പിള്ള ഒരു ഫ്രോഡാണ് എന്നുള്ളതാണ്. അത് സത്യസന്ധമായ ഒരു കാര്യം. ഇപ്പോൾ വിജേഷ് പിള്ളയുടെ അച്ഛൻ്റെ പേര് ഗോവിന്ദൻ എന്നാണ്. ഇപ്പോൾ വിജേഷ് പിള്ളയുടെ അച്ഛൻ ഗോവിന്ദൻ പറയുന്നത് മകൻ 2 ദിവസം മുമ്പ് വീട്ടിൽ വന്നിരുന്നു, അതിന് പിന്നാലെ പോലീസ് അന്വേഷിച്ച് വന്നിരുന്നു, വിജേഷ് പിള്ള എന്തോ ബിസിനസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, CPM നേതാക്കളുമായൊന്നും ഒരു ബന്ധവുമില്ല, അങ്ങനെ CPMൻ്റെ നേതാക്കളുമായി ബന്ധപ്പെടാനുള്ള സാഹചര്യത്തിലല്ല അയാൾ ഉള്ളത് എന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പോൾ ഒരു ഫ്രോഡിനെ ഇറക്കി, ആ ഫ്രോഡ് എന്തോ അയാളുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി എന്തോ ഒരു OTT പരിപാടിയുമായി നടക്കുന്നു, അതിൽ സ്വപ്നയെ കൂടിച്ചേർത്ത് നടത്തിയാൽ അവരുടെ ബിസിനസ് നന്നാവും എന്ന് വിചാരിച്ചു, സ്വപ്നയുടെ മുഖം കാണിച്ചാൽ അത് ശരിയാകുമെന്ന് വിചാരിച്ച് സ്വപ്നയുമായ ഒരു കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയെ ഇയാൾ കണ്ണൂരിലുള്ള ആളാണ് എന്ന് പറഞ്ഞ് ഗോവിന്ദൻ മാഷ്, അച്ഛൻ്റെ പേരെ മറ്റോ ഗോവിന്ദൻ എന്ന് പറഞ്ഞതിനെ എന്നാൽ പിന്നെ ഗോവിന്ദനെ വെച്ച് അടിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് സ്വപ്ന അവതരിപ്പിച്ചു. അതാണ് അതിനകത്ത് സംഭവിച്ച രണ്ടാമത്തെ പിഴവ്. ഇതൊരു തിരക്കഥയാണ്, ഇതൊരു നാടകമാണ്, ഇത് ബോധപൂർവം കെട്ടിച്ചമച്ച ഒരു കള്ളക്കളിയാണ് എന്ന് ബോധ്യപ്പെടുന്നതിൻ്റെ 3ാമത്തെ കാരണം ഈ സ്വപ്നയുടെ ഈ കലാപരിപാടി അവസാനിച്ച ഉടനെ തന്നെ കെ സുരേന്ദ്രൻ പ്രത്യക്ഷനാവുന്നു. എവിടെ നിന്നു ഓടി വരുന്നു ചാനൽ മൈക്കുകൾക്ക് മുന്നിൽ. VD സതീശൻ ഓടി വരുന്നു, 2 പേരും പ്രതികരിക്കുന്നു, ഇത് ഭയങ്കര സംഭവമാണ്, ഗോവിന്ദൻ മാഷെ മറുപടി പറയൂ, പിണറായി വിജയ മറുപടി പറയൂ എന്ന്. ഈ ഫ്രോഡ് വിജേഷ് പിള്ള ബാംഗ്ലൂരിൽ ഓഫീസ് വാടകയ്ക്കെടുത്തയാൾ ജാക്സൺ എന്ന് പറയുന്നയാൾ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. ഇയാൾ നേരത്തെ എന്തോ ക്രെഡിറ്റ് കാർഡ് ബിസിനസ് എന്ന് പറഞ്ഞ് ഓഫീസ് വാടകയ്ക്കെടുത്തു, വിജേഷ് പിള്ള എന്നുള്ള പേരിലാണ് എടുത്തത് എന്നുള്ള കാര്യം. അയാൾ ഒരു തനി ഫ്രോഡാണ് എന്ന് വെളിപ്പെടുത്തുന്ന കൃത്യമായിട്ടുള്ള കാര്യമാണ് ജാക്സനും പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വെളിപ്പെടുത്തലുകളിൽ നിന്നെല്ലാം ചാനലിലെ അണ്ണന്മാർ നടത്തിയ ഈ തിരുത്തലുകളിലൂടെയൊക്കെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്ന കാര്യം എന്താ? ഏതോ ഒരു ഫ്രോഡ് സ്വപ്നയെ ബാംഗ്ലൂരിലേക്ക് വരാൻ വിളിച്ചു, സ്വപ്ന നേരെ കെട്ടിയൊരുങ്ങി ബാംഗ്ലൂരിലേക്ക് പോയി. ഇയാൾ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അന്വേഷിച്ചില്ല. ഭയങ്കര വേട്ടയാടലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീയാണ് താനെന്നൊക്കെയാണല്ലോ അവർ പറയുന്നത്. അങ്ങനെ ഒരാൾ ഒരു ഇൻ്റർവ്യൂവിന് വരാൻ നേരെ വിളിച്ചാൽ ഓടി അങ്ങ് ബാംഗ്ലൂരിലേക്ക് പോകുമോ? ഒരു മുൻകരുതലുകളുമില്ലാതെ? അതുതന്നെ വിശ്വസിക്കാൻ പ്രയാസമുള്ളൊരു കാര്യമല്ലേ? അപ്പോൾ വളരെ കൃത്യമായ ആസൂത്രിതമായ ചില നീക്കങ്ങൾ. ഈ വിജേഷ് പിള്ള എന്ന് പറയുന്നയാൾ ഒരു തനി ഫ്രോഡാണ് എന്ന് വ്യക്തമാകുന്ന സാഹചര്യത്തിൽ ഇയാളുടെ ഉഡായിപ്പുകൾ പിടികൂടപ്പെടുമെന്നുള്ളൊരവസ്ഥയിൽ BJP-ക്കാരുമായി ചേർന്ന് ഒരു നാടകം കളിച്ച് അയാളുടെ തടി രക്ഷിക്കുക. അങ്ങനെയാണല്ലോ ഇപ്പോൾ BJP സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അതാണല്ലോ. ഇപ്പോൾ കർണാടകയിൽ BJP-യാണ് ഭരിക്കുന്നത്. അപ്പോൾ ഇയാൾ പിടിവീഴാതിരിക്കാൻ ഇങ്ങനെ ഒരു നാടകത്തിൽ കരുവായി നിന്നു കൊടുക്കാം എന്ന് തീരുമാനിച്ചതാകും. അയാളുടെ അച്ഛൻ സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞു. അയാൾ ആ വീട്ടിൽ തന്നെ വല്ലപ്പോഴുമാണ് വരുന്നത്. 2 ദിവസം മുമ്പ് വന്നിട്ട് പോയിരുന്നു. ആ ഗോവിന്ദൻ എന്ന് പറയുന്ന ആ അച്ഛൻ എപ്പോഴോ അച്ഛൻ്റെ പേര് വിജേഷ് പറഞ്ഞതിനെ ഇതാ ഗോവിന്ദൻ മാഷ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുകയാണ് സ്വപ്ന ചെയ്തത്. അപ്പോൾ ഒരു തിരക്കഥ അങ്ങനെ അങ്ങ് ഉണ്ടാക്കി. എന്നാൽ ഗോവിന്ദൻ മാഷിനിരിക്കട്ടെ, ഗോവിന്ദൻ മാഷിനൊക്കെ ഇതിനൊക്കെ വല്ല നേരവുമുണ്ട്? ഇതൊക്കെയാണോ അവരുടെ പ്രധാനപ്പെട്ട അജണ്ട? മുഖ്യമന്ത്രി പിണറായി വിജയൻ 30 കോടിയൊക്കെ ഈ കള്ളത്തരം പറഞ്ഞു നടക്കുന്ന സ്ത്രീക്ക് കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുമെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് എന്തിൻ്റെ ആവശ്യമാണ്? നമ്മൾ നേരത്തെയും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം
ഈ സ്ത്രീ ഉന്നയിക്കുന്ന ആരോപണങ്ങളൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നതേ അല്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണല്ലോ അവർ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർ വേവലാതിപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകില്ല എന്ന് ഉറപ്പുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പിന്നാലെ നടക്കുന്നത് എന്തിന്? ഇത് നമ്മൾ ഈ നാട്ടിലേക്ക് പറയുമല്ലോ, നാട്ടിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ കുരയ്ക്കുന്ന ശബ്ദം കേൾക്കും, സമയമുണ്ടെങ്കിൽ കല്ലെടുത്തെറിയും. ഇതിപ്പോൾ സമയം ഇല്ല, അതിനുവേണ്ടി ചിലവഴിക്കാൻ സമയമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെയൊക്കെ പിന്നാലെ നടക്കാൻ ആർക്കാണ് സമയം? അത് 30 കോടി രൂപ പോലും. എന്നിട്ട് ഹരിയാനയിലേക്കോ ജയ്പൂരിലേക്കോ എന്ന് സങ്കടകരമായിട്ടുള്ള കാര്യം യൂസഫ് അലി ഇതിനകത്തേക്ക് വലിച്ചഴിച്ചു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. യൂസഫ് അലിയെ പോലെയുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം ഈ കേരളത്തിലെ എയർപോർട്ടുകളെല്ലാം അദ്ദേഹത്തിൻ്റെ കൈവശമിരിക്കുന്നു എന്നാണ്. അപ്പോൾ എയർപോർട്ടുകൾ മുഴുവൻ യൂസഫ് അലിയുടെ കയ്യിലായതുകൊണ്ട് എയർപോർട്ടിൽ വെച്ച് മയക്കുമരുന്ന് വെച്ച് പിടിപ്പിക്കുമത്രേ. യൂസഫ് അലിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാൻ ഈ സ്ത്രീക്ക് അവരുടെ നാവ് പൊന്തിയല്ലോ. വെറുതെ ഓരോ മനുഷ്യരെക്കുറിച്ച് അങ്ങ് പറയുകയാണ്. ഗോവിന്ദൻ മാഷ് വേണമെങ്കിൽ നേരിട്ട് വന്ന് കൊല്ലുവെന്ന് ഒരു വലിയ UDF സഹയാത്രികൻ, മാധ്യമപ്രവർത്തകൻ എന്നൊക്കെ അവകാശപ്പെടുന്ന ഏതോ ഒരു കുട്ടപ്പൻ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഗോവിന്ദൻ മാഷിനെ നേരിട്ട് വന്ന് കൊല്ലാൻ വെല്ലുവിളിച്ച സ്വപ്ന കണ്ണകിയാണ് എന്നുള്ളതാണ്. ആ മനുഷ്യൻ്റെ കണ്ണകി സ്വപ്നമൊക്കെ ഭയങ്കരമായിരിക്കുന്നു. ഇവരൊക്കെ ആണല്ലോ ഈ UDFന് വേണ്ടി ചാനലുകളിൽ വന്നിരുന്ന് വാദിക്കുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് ദയനീയമായ അവസ്ഥ. സ്വപ്നയുടെ ഈ ലൈവിന് കീഴേയും ഒക്കെ വന്ന് അത്യാവേശത്തോടു കൂടി കമൻറ്റുകൾ ഇടുന്നത് കണ്ടായിരുന്നു ഈ ഐറ്റങ്ങളൊക്കെ. ഇവരെല്ലാവരും കൂടി ചേർന്ന് ഇനി കുറേ കഥാപ്രസംഗങ്ങൾ നടത്തും ചാനലിൽ. പിണറായി വിജയൻ ഇപ്പോൾ തന്നെ രാജിവെക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. മറ്റൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഇവിടെ ഏതോ ഒരു ഫ്രോഡിനെ ഉപയോഗിച്ച് വേറൊരു ഫ്രോഡ് സംഘം നടത്തുന്ന കള്ളക്കളി, അതിൻ്റെ പേരിൽ ഇങ്ങനെ വൈകാരികമായി അവതരിപ്പിക്കുന്നു, എന്നെ കൊല്ലാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു. എന്തൊരു വൃത്തികെട്ട പരിപാടിയാണിത്. And Govindan Mash, I don't know, he was saying Govindan Mash. I don't know, was he a sir or something somewhere? But Govindan, the party secretary, you want to kill me, come forward. You want to do anything to me, please come forward and do it. I care a damn because I have come a long way. പിന്നെ എന്നെ ജയിലിലിടണമെന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ ജയിലിൽ വേണമെങ്കിലും ഇടാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനില്ലെങ്കിൽ എൻ്റെ ലോയറും എൻ്റെ ഫാമിലി മെമ്പേഴ്സും ഈ ഫൈറ്റ് മുന്നോട്ട് കൊണ്ടുപോയി തന്നെ ആകും. അത് ഐ ഹാവ് ഷുവർ കോൺഫിഡൻസ് ഓൺ മൈ ലോയർ ആൻഡ് നൗ മൈ ഫാമിലി മെമ്പേഴ്സ്. സോ എൻ്റെ മമ്മി ആയാലും എൻ്റെ മക്കളായാലും എൻ്റെ ലോയർ ആയാലും ഇവരെല്ലാം മുന്നോട്ട് തന്നെ പോകും. ഇതിൻ്റെ അവസാനം കണ്ടേ നമ്മൾ അടങ്ങത്തുള്ളൂ. സോ 30 crores 10 crores 100 crores ഒന്നും എനിക്ക് ആവശ്യമില്ല.